മാണിക്ക് പൂവിരിഞ്ഞേ മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞേ ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ മുഞ്ചത്തെ മാണിക്ക് കണ്ണാളെ റംഗിൻ താമര പൂന്തേനേ. ഹിന്ദു മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ള 116 യുവതി യുവാക്കളാണ് വിവാഹിതരായത്. WMO ജിദ്ദ ഹോസ്റ്റലിൽ ക്രമീകരിച്ച ഖദ്ർമണ്ഡപത്തിൽ വെച്ചാണ് 10 ഹിന്ദു യുവതികൾ വിവാഹിതരായത്. വർക്കല ഗുരുകുലാശ്രമം ഗുരു ത്യാഗീശ്വര സ്വാമികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. WMO വിവാഹ സംഗമത്തിന് സത്യത്തിന്റെയും നന്മയുടെയും സൌരഭ്യമുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉച്ചയ്ക്ക് 12 മണിക്ക് പൊതുസമ്മേളന വേദിയിലാണ് 48 നിക്കാഹുകൾ നടന്നത്. PHS തങ്ങൾ, കാളാവ് സൈതലവി ഉസ്താദ്, KT ഹംസ ഉസ്താദ്, KP അഹമ്മദ് കുട്ടി ഫൈസി, യൂസഫ് നദ്വി തുടങ്ങിയവർ നേതൃത്വം നൽകി. വധുവിന്റെ മഹല്ല് ഖത്തീബുമാരും സന്നിഹിതരായി. ഈ വിവാഹത്തിന് ഇത്രയധികം പണ്ഡിതന്മാരും സാധാത്തുക്കളും ജനങ്ങളൊക്കെ ആമീൻ ചെല്ലുന്ന ഒരു സദസ്സാണ്. ഇവിടെ വെച്ച് വിവാഹം കഴിച്ചതിൽ ഒരു 3-4 കേസ് നമ്മൾ 756 ഒരു 4 കേസ് ഫെയിലായിട്ടുള്ള 2 ഡിവോഴ്സിൽ അവസാനിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ദഫും ഒപ്പനയും അറബനയും മധുരഗീതങ്ങളുമെല്ലാം വിവാഹ നിമിഷങ്ങൾക്ക് ആഘോഷത്തിന്റെ സൌന്ദര്യം ചാർത്തി. പൊതുസമ്മേളനം KMCC ചെയർമാൻ PHS തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദ് ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമി കുത്തുബ നിർവഹിച്ചു. MV ഷംസ് കുമാർ MLA, CK ശശീന്ദ്രൻ, കവി PK ഗോപി, കണ്ണൂർ അപൂർവാശ്രമം സ്വാമിനി പ്രേം വൈശാലി, അഡ്വക്കേറ്റ് ചാത്തുക്കുട്ടി തുടങ്ങിയവർ വിവാഹ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി നടന്ന പ്രത്യേക ചടങ്ങുകളുടെ ഉദ്ഘാടനം ഖമർ നിസാ അൻവർ നിർവഹിച്ചു. ബഷീറ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. 7000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. വിവിധ മതവിഭാഗങ്ങൾ ഒത്തുകൂടുന്ന വിവാഹ സംഗമം മതമൈത്രിയുടെയും സ്നേഹസംഗമത്തിന്റെയും വേദിയായി പങ്കെടുത്തവർക്ക് അനുഭവപ്പെട്ടു. WMO വിദ്യാർത്ഥികൾ, കഴിഞ്ഞ വിവാഹ സംഗമത്തിൽ വിവാഹിതരായ വധൂവരന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഈ വർഷത്തെ വധൂവരന്മാരുടെ കുടുംബങ്ങൾ, വിവിധ കമ്മിറ്റി പ്രതിനിധികൾ, പ്രവർത്തകർ തുടങ്ങി 20,000-ഓളം പേരാണ് വിവാഹ സംഗമത്തിൽ പങ്കെടുത്തത്. ജില്ലകളിൽ നിന്നുള്ള 1000-ഓളം സ്ത്രീ പുരുഷ വളണ്ടിയർമാർ സേവനനിരതരായിരുന്നു. വധുവിന് 5 പവൻ സ്വർണ്ണാഭരണവും വരന് 1 പവൻ സമ്മാനവും വിവാഹ വസ്ത്രവും സദ്യയും നൽകി. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്.